the Celebrity Talk Show with RJ Tushara. ഈ സിനിമയിൽ പൊതുവെ കാണുന്ന ക്രൂരന്മാരായ വില്ലൻസ് ഇൻ റിയൽ ലൈഫ് ഭയങ്കര ചക്കര പാവം അങ്ങനത്തെ ആളുകളായിരിക്കും. അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഇന്ന് ഇവിടെ സ്റ്റാർസ് ഓൺ എയറിൽ എന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ദി എവർ ചാർമിംഗ് ഹരിപ്രശാന്ത് വർമ്മ. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ, വെൽക്കം ടു റേഡിയോ മലയാളം 98.6 FM. Thank you so much. പറഞ്ഞ കറക്റ്റ് ആണ്. ഇതാ കണ്ടോ ആ ചാർമിംഗ് സ്മൈല്. പക്ഷെ പറയുമ്പോ വില്ലൻ റോൾസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. How are you? I'm good, thank you. Perfectly fine. Alright. എനിക്ക് വന്ന് നമ്മള് വില്ലന്മാരുടെ കാര്യം പറഞ്ഞപ്പോ വില്ലൻ ആ ഒരു കാര്യം തന്നെ എടുത്ത് പറഞ്ഞു തുടങ്ങാം. അതായത് സിനിമയിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ വില്ലൻ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും പ്രിഡോമിനന്റ്ലി ചെയ്തിട്ടുള്ളത്. റിയൽ ലൈഫിൽ എങ്ങനെയാ, വില്ലത്തരമുണ്ടോ? എന്നിട്ട് വേണം നാട്ടുകാരുടെ തല്ല് പിടിക്കാൻ. സിനിമയില് ഹീറോന്റെ തല്ല മാത്രം കിട്ടിയാൽ മതിയല്ലോ, അതും കൊള്ളില്ല. ഇല്ല, ഞാനൊരു പാവമാണ്. സത്യമായിട്ട് പറയണല്ലോ, ഞാനൊരു പാവമാണെന്നൊക്കെ. ഈവൻ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും നോട്ട് ലൈക്ക് ഐ മീൻ വില്ലത്തരം, ഐ മീൻ ലൈക്ക് നത്തിങ് ലൈക്ക് ദാറ്റ്. വർ യു ദ ബാക്ക് ബെഞ്ചർ ഓർ വർ യു ദ I was always a back bencher, but that is not because ഒരു എന്താ കുരുത്തക്കേട് കൊണ്ടുമുണ്ട് ഇല്ലെന്ന് പറയാനില്ല. ഈ പിള്ളേരുടെ ഇതുപോലെ ഒരു ഭയങ്കര പഠിത്തമായിരുന്നു. അത് കാരണം പുറകിലിരുന്ന് നീ ഫ്രണ്ടിലിരുന്ന് പഠിക്കണ്ട, പുറകിലിരുന്ന് പഠിച്ചാൽ പൊക്കം was another issue. But I was never the tallest. Seriously. And all the places where I studied, like my schools, college, engineering, എല്ലാത്തിനും I was not the tallest. Oh my God. I had at least one or two people behind me when prayer നിൽക്കൂലേ. I was not the tallest. അടിപൊളി. I would want to see that batch of students. I'd probably be like മറ്റേ Gulliver's Travels. പക്ഷെ ഫൺനെസ് എന്റെ എനിക്ക് 8, 9, 10 ഞാൻ പഠിച്ചെടുത്ത ഒരു ബിനോയ് was taller. ഇന്ന് my daughter and Binoy's daughter is in the same school. അപ്പൊ ഞാൻ അങ്ങനെയാണ് മീറ്റ് ചെയ്തത്. Now he is shorter than me. I think I grew after that. You must be wondering what went wrong. I don't know. Alright. ഈ ഹൈറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹൈറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ ബെനിഫിറ്റ് ഫോർ യു. ഒരു ബൂൺ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് മോസ്റ്റ് ഓഫ് യുവർ റോൾസ് ചെയ്തിട്ടുള്ളത് റിക്വയർ ആ ഒരു ഹൈറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി യു ആർ ലൈക്ക് യെസ് എന്റെ ഹൈറ്റ് ഫൈനലി ഒരു. പക്ഷെ എപ്പോഴേലും ഹൈറ്റ് ഒരു ദോഷമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിൽ തോന്നിയിട്ടുണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഹൈറ്റ് ഞാൻ പറയാറുണ്ട് എപ്പോഴും ഈ സിനിമയിൽ ഞാൻ മറ്റേ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട്, ഫിസിക്കലി ചാലഞ്ച്ഡ് ആയതുകൊണ്ട് സിനിമയിൽ വന്നാന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. Yes, height has been a big problem for me because I know that I'm a little abnormally tall considering even നമ്മുടെ ഒരു Indian standards. So the problem is every normal thing made around is according to that ഒരു 5'10", 5'11" വരെയുള്ള സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഒരു കാർ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല. സാധാരണ കാറല്ലേ, ഇപ്പൊ മാരുതി മറ്റേ സ്വിഫ്റ്റ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ആ സീറ്റ് ഫുൾ പുറകിൽ ആൾക്കിരിക്കാൻ പറ്റില്ല തന്നെ. സിംഗിൾ സീറ്റർ. കറക്റ്റ്. പിന്നെ ബസ്സിൽ ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. Even flights, when I fly from here, I take emergency exit. I can't sit. Emergency exit extra പൈസ കൊടുക്കും. ഇല്ല ചിലപ്പോൾ മറ്റേ ചെക്കിനിൽ ചെന്ന് ചേച്ചിയുടെ കാല് പിടിക്കും, അങ്ങനെയൊക്കെ എടുത്താ പോറ്. ഇല്ലെങ്കിൽ പിന്നെ ബിസിനസ് ക്ലാസ് എടുക്കണം. അതങ്ങനെ അത് കാരണം സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് എക്കോണമിയിൽ ഇങ്ങനെ എടുത്തു പോകും. അഗൈൻ എന്താ പറയുക, ഓട്ടോറിക്ഷയിൽ ഞാൻ ആക്ച്വലി കിടന്ന പോവാ. ലൈക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ സ്റ്റക്ക് ആയിട്ടുണ്ട് ആക്ച്വലി. നാട്ടിലെ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, പലതും പല സൈസാ. ചില ഇപ്പൊ വലിയ ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം ഐ റിമെമ്പർ എന്റെ കാറ് സർവീസിന് കൊടുത്തിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോ എനിക്ക് ഓഫീസിലേക്ക് പോകണം. അപ്പൊ ധൃതിക്ക് കണ്ട ഒരു ഓട്ടോറിക്ഷനെ കൈ കാണിച്ച്. അപ്പൊ ഈ പഴയ മറ്റേ എന്താ ലാംബ്രക്ടർ എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷയാണ്, ഫ്രണ്ട് എഞ്ചിൻ സാധനം. ഇതുകൊണ്ട് നിർത്തി. അന്ന് ഞാൻ ഏതോ ഒരു പടത്തിന് വേണ്ടിട്ട് അത്യാവശ്യം ഒന്ന് വലിപ്പമൊക്കെ കൂട്ടിയിരിക്കുക. ഞാൻ ഈ ബാഗ് അകത്തേക്ക് വെച്ചിട്ട് കാലും വെച്ച് അങ്ങ് കയറാൻ നോക്കിയിട്ട് ഐ ആക്ച്വലി ഗോട്ട് സ്റ്റക്ക്. ആ ഗ്യാപ്പ് എന്നിട്ട് എനിക്ക് അങ്ങോട്ട് മുകളിൽ ഇങ്ങോട്ട് എന്നിട്ട് ഓട്ടോറിക്കാരൻ തിരിച്ചിരിക്കുക. ഈ ഓട്ടോറിക്ഷ കുലുങ്ങുന്നു. എന്ത് ചെയ്യാനാ? പിന്നെ ഒരു അപ്പൊ ഹൈറ്റ് പ്രശ്നമാണ്. ബസ്സിലൊക്കെ തലയിടിക്കും. ഹൈറ്റ് കാണുന്നവർക്ക് ഭയങ്കര രസമാണ്. ഓ യു ആർ ടോൾ, ദിസ് ദാറ്റ് എന്നൊക്കെ പറയും. നല്ല പണിയാ സീരിയസ്ലി. ഫ്രം എ ടെക്കി ഡിസൈനർ ടു ആക്ടിംഗ് എന്ന ഈ ഒരു മേഖലയിലേക്ക് വന്ന് ദാറ്റ് സ്റ്റോറി ഈസ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐഡ് ലവ് ടു ഹിയർ ഇറ്റ് ഡയറക്ട്ലി ഫ്രം യു. അങ്ങനെ വലിയ സ്റ്റോറി എന്ന് പറയാനില്ല, എല്ലായിടത്തും പറയുന്ന കാര്യം തന്നെ. ഒന്ന്, ആക്ടിങ് എനിക്കിഷ്ടമാണ്.
നോട്ട് ജസ്റ്റ് സിനിമ തന്നെ ആയിക്കോളണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധമില്ല. അപ്പൊ പണ്ട് സ്കൂളിലായിരുന്നപ്പോഴും ഐ യൂസ് ടു ഡു ദിസ് മോണോ ആക്ട്. അപ്പൊ അച്ഛൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഹി വാസ് കുറച്ച് ഡ്രാമയൊക്കെ ചെയ്തിരുന്ന ആളാണ്. ആക്ച്വലി പി ജെ ആന്റണിയുടെ ട്രൂപ്പിൽ ഹി വാസ് ദെയർ. ബിഗ് ടൈം പരിപാടിയായിരുന്നു. ആക്ച്വലി സിനിമയിൽ പുള്ളിക്ക് ചാൻസ് കിട്ടിയതാണ്. ഈ കുഡിൻ ഗോ. അപ്പൊ പുള്ളിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പുള്ളി എന്നെ ഇങ്ങനെ എടാ പേര് കൊടുക്കടാ, നീ അത് ചെയ്യടാ ഈ യൂസ് ടു എന്നെ കൊണ്ട് ചെയ്യിക്കും, ഇംപ്രൈസ് ചെയ്യും, അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ട്സിന്റെ എന്തെങ്കിലും നാടകങ്ങൾ, നമ്മുടെ കമ്മ്യൂണിറ്റി, അവിടെ ഫ്ലാറ്റ്സിന്റെ കമ്മ്യൂണിറ്റിയിലെ നാടകങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല, പണി അറിയാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നമ്മുടെ മമ്മൂക്കയുടെ ജോർജ് ഏട്ടൻ എന്ന് വിളിക്കുന്ന ജോർജ് ഇസ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്, ലൈക്ക് മൈ ബ്രദർ. പുള്ളി അപ്പൊ ഒരു സിനിമ പിടിച്ചായിരുന്നു, ഇമാനുവൽ നമ്മൾ. അതില് ഒരു റോൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് പോയി. പക്ഷെ എന്നെ കണ്ടിട്ട് ലാൽ ജോസ് പറഞ്ഞ് പുള്ളിക്കൊരു ക്രൂര ലുക്കില്ല. സത്യം. പക്ഷെ അന്ന് എനിക്ക് സത്യം പറഞ്ഞ അല്ല, പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല. അന്ന് എനിക്ക് താടിയൊന്നുമില്ല, മനസ്സിലായി. ഒരു ഇങ്ങനെ ഒന്നാലോചിച്ച് നോക്കി, താടിയൊന്നും ഇല്ലാത്ത അവസ്ഥ ഭയങ്കര പോണാ. അപ്പൊ പുള്ളി ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, ഇതല്ല കുറച്ചൊരു ക്രൂരനായ ആളെ വേണമെന്ന് ഈ റിജക്റ്റഡ് മീ. അപ്പൊ ജോർജിന് അതൊരു വിഷമമായിട്ടോ. അത് കഴിഞ്ഞ് പുള്ളി നെക്സ്റ്റ് പടം പിടിച്ചു, ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു ലാസ്റ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു, ഒരു CEO of a company. That is the first time when I was in front of a camera. ഉണ്ണി പോകുന്നുണ്ട് കൂടെ. അത് ചെയ്തപ്പോ ഈവൻ ദ ക്യാമറമാൻ അജയ് വിൻസൻ സാർ ആയിരുന്നു. അജയ് വിൻസൻ സാർ പറഞ്ഞു why you are not acting, you are doing good എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ ചുമ്മാ you have got figure, come to Telugu മറ്റും മറിച്ചെന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്ന് സാറേ ഇത് വെറുതെ ഇരിക്കുന്നു. ഞാൻ കോമഡി ആയിട്ട് വിട്ടെ. പിന്നെ മമ്മൂക്ക വിളിച്ച് 2-3 പടത്തില് ചെറിയ വിളിച്ച് അയച്ചു. ഫൈനലി ഫേസ്ബുക്കിലൊരു ഇത് കണ്ടിട്ട് വെറുതെ അയച്ചാ കിട്ടുന്നു വിചാരിച്ചല്ല. remember you were saying you read all the comments. And something comments ഒരു പണിയിലാണ്ടിരിക്കുന്ന ഓഫീസില് 200 ചില്ലറ കമന്റ് കുത്തിരുന്ന് വെച്ച്. ആർക്കും ഇല്ല ഈ 3 സാധനം: പൊക്കം, വെയിറ്റ്, ഹൈറ്റ് ആൻഡ് ഏജ്. ഏത് കൊള്ളാലോ, എനിക്ക് വേണ്ടി തന്ന റോളായിരുന്നു. അങ്ങനെയാണ് നമുക്കിങ്ങനെ വരുമല്ലോ, യൂണിവേഴ്സ് സെൻഡിങ് യു സൈൻസ്. ചുമ്മാ ഇട്ടു, കിട്ടി. എനിക്കറിയില്ല, ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന പോക്കിൽ തന്നെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് ഇതാ ചേട്ടനല്ലേ എന്നൊക്കെ. അങ്ങനെ പിന്നെ എൻജോയ്ഡ്. ആദ്യമൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. Now it's like രസാണ്. I enjoy doing that work. That's lovely. ശരിക്കും ആട് 2 എന്ന് പറയുന്ന സിനിമയാണ് changed everything for you, to be very honest. Let's go back to our സെറ്റിലെ കുറെ ഫൺ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ പറയാൻ വേണ്ടിട്ട്. സെറ്റ് എന്നൊക്കെ പറയാൻ പറ്റും, ഒരു ഫെസ്റ്റിവലാണത്. ഒട്ടുകഥ ആരൊക്കെയാ, ജയൻ, സൈജു ഉണ്ട്, ധർമ്മജൻ, കോമഡിയും അങ്ങോട്ടും കൂടി കൗണ്ടറും ബഹളവും ചിരിയും ഭയങ്കര രസമാണ്. ഒരു ഫെസ്റ്റീവ്, ശരിക്കും ഒരു ഫെസ്റ്റീവ്. പക്ഷെ വർക്ക് ഇസ് വർക്ക്. എല്ലാവരും ഭയങ്കര സീരിയസ് ആണ് ആ കാര്യത്തിൽ. പക്ഷെ ഫുള്ള് കോമഡി ആയിരുന്നു എല്ലാവരും. ഈവൻ ഡയറക്ടർ മിഥുൻ മാനുവൽ ഈസ് ഓൾസോ വെരി ജോവിയൽ ഗായ്. അങ്ങനെ ഒരു ഉത്സവം പോലെ പോയി. എനിക്ക് 14 ദിവസം 15 ദിവസം കണ്ടായിരുന്നുണ്ട് എനിക്ക് ഷൂട്ട്. കാരിയിലൊക്കെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ്. എന്റെ അമ്മ ഒരു ടയർ ഫാക്ടറിയിലാണ് ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ. ഫുള്ള് കാർബണൊക്കെ ആയി. എന്താ കാർബൺ വലിച്ചേറ്റി ശ്വാസം മുട്ട് വരില്ലേ എന്ന് ചോദിച്ചപ്പോ ശർക്കരയും കപ്പലെണ്ണയും കൂടി പൊടിച്ചോണ്ട് വെച്ചിട്ട് ഇത് കഴിച്ചാൽ മതി പൊക്കോ. സീരിയസ്ലി വലിയ പാത്രത്തിൽ പൊടിച്ചോണ്ട് വെച്ചേക്ക. പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ഇത് തന്നാ മതി, ശരിയായിക്കോളും, ശ്വാസകോശം ക്ലീൻ ആയിക്കോളും. കോമഡി. So basically it was fun. It was never ഒരു സീരിയസ് സിനിമ സെറ്റ് പോലെ ഒന്നും ഒട്ടും അങ്ങനെ തോന്നിയിട്ടില്ല. Okay. And also I mean ഇപ്പം ആട് 3 ഇറങ്ങുന്ന സമയത്ത് I think you only asked Midun അല്ലേ ആട് 3 generally I don't ask. ഞാൻ But that series itself is so good, like ആട് 1, ആട് 2 and then like നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആട് 3 because such a എന്താ പറയാ laughing riot എന്നാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ മിഥുന്റെ പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കെ. കാരണം ആട് 1 ആദ്യം തിയേറ്ററിൽ didn't work well. പിന്നെ it became a cult. ആട് 2 became a huge hit. Now he has got a big responsibility. അപ്പൊ എഴുതുമ്പോ അവന്റെ കൈ പറയും, എനിക്ക് ഉറപ്പാവും ഇത് എത്രത്തോളം എത്തിക്കണം എന്നുള്ളത്. അതിന്റെ ഒബ്വിയസ്ലി ഒരു പ്രഷർ ഉണ്ടാവും പുള്ളിക്ക്. അപ്പൊ ഞാൻ ആകെ ഈ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കുന്ന ഡയറക്ടർമാരിൽ ഒരാളാണ് മിഥുൻ. ചാൻസ് എന്നല്ലേ, ഐ ജസ്റ്റ് ടോക്ക് ടു ഹിം വെരി ഫ്രീലി. അപ്പൊ പുള്ളി ഇവിടെ വന്നപ്പോഴേ കാണാൻ പോയിരുന്നു. വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു ഉണ്ടോ എന്ന് ചോദിച്ചത്. പുള്ളി പറഞ്ഞില്ല. നമ്മൾ പറ്റില്ല, ഞാൻ വരും, ഞാൻ ചത്തില്ലല്ലോ, എന്നെ ചത്തായിട്ട് കാണിച്ചിട്ടില്ല. ആക്ച്വലി അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം ഷൂട്ട് ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു താനത് ഷൂട്ട് ചെയ്യാത്തോണ്ടല്ലോ ഇപ്പൊ എന്നെ
ഓക്കെ, ലാസ്റ്റ് ആയി ചെയ്ത പ്രോജക്റ്റിലേക്കും കൂടെ പോവാം. അഗൈൻ എ ബിഗ് പ്രോജക്റ്റ് ആയിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നത്, വിത്ത് ദ ബിഗ് എം ഓഫ് മലയാളം ഇൻഡസ്ട്രി. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം ആൻഡ് മോസ്റ്റ് ഓഫ് ദ സീൻസ് വർ ലൈക്ക് യു നോ ദി ബെസ്റ്റ് സീൻസ്? മലൈക്കോട്ടെ വാലിബൻ ഒരു 2.5-3 കൊല്ലം മുമ്പ് പുള്ളി പ്ലാൻ ചെയ്തതാ. അന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഭയങ്കര സൈസ് കൂട്ടണം ആദ്യം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കോവിഡ് വന്നു, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഡിലേഡ്. അത് കഴിഞ്ഞ് പുള്ളി മറ്റേ മമ്മൂക്കയുടെ മൂവി എടുത്തായിരുന്നു, നൻപകൽ നേരത്ത് മയക്കം. അത് കഴിഞ്ഞ ഒരു ദിവസം പിന്നെയും പുള്ളി ഇങ്ങനെ വിളിച്ചു. പുള്ളിയല്ല ആക്ച്വലി, പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ആൻസൺ വിളിച്ചു. സൈസ് എങ്ങനെയാ? ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ ഒന്നുമില്ല. അപ്പൊ അന്ന് ഞാൻ എന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, കുറച്ച് 109 kg ഒക്കെ ആയി നല്ല കട്ടയൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ നീ ഒന്ന് വന്നേ, ആലോ വരെ വന്നേന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, എടാ കൂട്ടിക്കോട്ടോ, പക്ഷെ എന്തോരം ആടിലെത്രണ്ട്? ഞാൻ 132. അതിന്റെ മുകളിൽ പിടിച്ചോ? 132ന്റെ മുകളിലോ? ആ, എന്തൊരു സമയമുണ്ട്, ഒരു 3-4 മാസം ഉണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ. ഞാൻ എന്നിട്ട് പണി തുടങ്ങി. അപ്പൊ എനിക്കറിയില്ല ഇത് മോഹൻലാലാണോന്ന് എനിക്കറിയില്ല, ലിജോന്റെ പടാണെന്ന് എനിക്കറിയാം. എന്തോ വലിയ സംഭവം മാത്രം എടുത്ത് പറഞ്ഞു. ഓ ശരി, ഫ്ലെക്സിബിലിറ്റി വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഓ ശരി. ഞാൻ പണി തുടങ്ങി ഒരു 2 മാസം 2.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വെയിറ്റ് കൂട്ടാൻ വലിയ പ്രശ്നമില്ല, വെറുതെ ബൾക്കല്ല. പുള്ളി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. ഈ ഗ്രേറ്റ് ഗാമ എന്ന് പറഞ്ഞൊരു ഗുസ്തിക്കാരുണ്ട്, പുള്ളി ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു, എടാ ഈ സൈഡ് പിടിക്കട്ടോ എന്ന്. അതായത് ഇങ്ങനെ ഈ ബോഡി ബിൽഡറിന്റെ പോലെ അല്ല, ഗുസ്തിക്കാരന്റെ പോലെ വേണം. യു നീഡ് സം ഫാറ്റ് ബട്ട് ഹ്യൂജ്, അങ്ങനെ ഷോൾഡേഴ്സ് ഒക്കെ വലുതായിട്ട്. ശരി. അത് കഴിഞ്ഞ് ഐ ഗ്രൂ ടു 136. 36 kg ആയി. എനിക്ക് പ്രഷറൊക്കെ കൂടി. ഷൂട്ട് തുടങ്ങാൻ പോവാണ്, കുറെ ഡിലേ വന്നു. അത് കഴിഞ്ഞ് ഒന്ന് വാ ലിജോന് കാണുന്നത്. ലിജോ കണ്ടപ്പോ ഹാപ്പി. ആ കൊള്ളാം, ഗത വീശാൻ അറിയോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വീശ എന്തോടെ. അത് കഴിഞ്ഞപ്പോഴാണ് പറയണേ മോഹൻലാലാണ് പടത്തില്. ഈശ്വര, ഡെഫിനറ്റ്ലി. ഏതായിരുന്നു മെയിൻ? ഡിഗ്രിക്കോ പ്രീ ഡിഗ്രിക്കോ? ആ കുഴപ്പമില്ല. ഈ സയൻസ് ചെയ്യുമ്പോഴേ നമ്മൾ ഈ ലാബില് എക്സ്പെരിമെന്റ് ചെയ്യൂലേ, അപ്പൊ സാറ് പുറകെ വന്ന് നിൽക്കുമ്പോ ടെൻഷനില്ലേ? മനസ്സിലായി? ഇത് തെറ്റോ വണ്ടറിയാതെ കാണും. മനസ്സിലായി? ആ പ്രശ്നമുള്ളൂ. നമ്മളവിടെ എന്താ ബ്രേക്കാണ് ഈ മനുഷ്യന്റെ മുമ്പില്. The Mohanlal is standing in front of you and you are supposed to act. That too with him, along with him. പക്ഷെ അതൊന്നും, it was not at all like that. He was such a cool person. നമ്മളെ ഭവ്യത എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ എന്റെ പേര് കേളുമല്ലൻ എന്നാണല്ലോ. പുള്ളിയുടെ കേളു സാർ. ആര്? കേളു സാർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കേളു സാർ എവിടെയാ, സ്ഥലം എവിടെയാ എന്നൊക്കെ ചോദിച്ചു. പുള്ളി ഭയങ്കര, he makes you so comfortable. He gives you tips what to do or not to do. മുഖത്ത് നോക്കി ഫൈറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ചെയ്യരുത്. ഭയങ്കര ഗൈഡൻസ് ഭയങ്കര ഇതായിട്ട് തരും. പുള്ളിയുടെ കാര്യം നോക്കി അങ്ങ് പോകുന്നല്ല. And he mingles with everybody. കോമഡി അടിച്ച് കൊല്ലും. അത് വേറെ കറങ്ങി വീഴുന്നത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് എനിക്ക് ആകെ ആ ഒരു ധോത്തി ടൈപ്പ് സാധനം മാത്രമുള്ള കാരണം ഹാർനസ് ഇടാൻ പറ്റില്ല. മനസ്സിലായോ? ശരിക്കും ഇത് ചെയ്യുന്നത് നമ്മൾ ഈ ഷർട്ട് പോലെ തന്നെ ഒരു ഹാർനസ് ഇട്ടിട്ട് യു ഹാവ് എ ഹുക്ക് ഓൺ ദ ബാക്ക്, പിന്നെ ലോവർ ബാക്ക്, സൈഡ്. അപ്പൊ 4 പുള്ളി കിട്ടും. They can easily control. മനസ്സിലായോ? ഇതിപ്പോ എനിക്ക് അതൊന്നും പറ്റില്ല. എനിക്കൊരു ഷോർട്സ് പോലൊരു ഇത് ഇടാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് I am 136. I need to be 10 feet above, somersault ചെയ്യണം and fall on my back. It is very difficult and dangerous. എന്റെ സൈസിലുള്ള ഡ്യൂബും കിട്ടൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ we did a lot of trials, ചെറിയ ഹൈറ്റിലൊക്കെ. അപ്പോഴും it was not coming out good. അപ്പൊ ലാൽ സാർ എന്നിട്ട് ചോദിച്ചു, ഹരി തന്നെയാണോ ഇത് ചെയ്യണമെന്ന് ചോദിച്ചു. ബിക്കോസ് ഒബ്വിയസ്ലി പുള്ളി ഇങ്ങനെ കാണിക്കണമല്ലോ. ഞാൻ പറഞ്ഞു, അതെ സാറേ. അറിയോ? ഞാൻ അറിയാന്ന് വെച്ചാ ചെയ്തു. ഹരി, ദിസ് ഇസ് എ വെരി ഡേഞ്ചറസ് തിങ് വിച്ച് യു ആർ ഗോയിങ് ടു ഡു. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത്, വെരി ഡേഞ്ചറസ് തിങ്, യു ഹാവ് ടു ഡു ദിസ്, യു ഹാവ് ടു ഡു ദിസ്, കീപ് എ കോർ ടൈറ്റ്, അങ്ങനെ ഇങ്ങനെ. ഹി ഗേവ് മീ സോ മെനി ടിപ്സ്. ഐ ഗോട്ട് റിയലി കൺഫ്യൂസ്. ഇങ്ങനെയല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. പുള്ളി പറഞ്ഞു, ആ ശരി ശരി ശരി, ഓക്കെ, നോക്ക് ഈശ്വരൻ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര he was so worried. അത് ഭയങ്കര ഒരു കെയർ തന്നെയാണ് പുള്ളിയുടെ. ആൻഡ് ഫസ്റ്റ് ടേക്ക് ശരിയായില്ല, മോളിൽ ചെന്ന് കറങ്ങിയില്ല, കഴുത്തൂത്തി വീണേനെ. എന്തോ ആയതിനെ ഹോൾഡ് തിരിച്ചു വന്നു. പിന്നെ ടെൻഷനായി. സെക്കൻഡ് ടേക്ക് വാസ് ഓക്കെ. കറങ്ങി അങ്ങനെ രസം. ഭയങ്കര അത് രസമാണല്ലോ. പിന്നെ ലാൽ സാറിന്റെ ഇവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗ്യം എന്താണ്. അതും വിത്ത് ലിജോ. സിനിമ പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയെ പ്രേമിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു ഡ്രീം ആയിരിക്കും ടു വർക്ക് വിത്ത് ദി മാൻ ഹിംസെൽഫ്. LJPയുടെ ഒരു സിനിമയിലെങ്കിലും വർക്ക് ചെയ്യാം. ഇവിടെ 1 അല്ല 2 സിനിമകളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹിം? ഹൗ വാസ് ഹി ഓൺ സെറ്റ്? On set is very professional. Very professional. Off set
ഹീസ് ലൈക്ക് ഫണി, നമ്മുടെ പോലെ തന്നെ കോമഡി ഒക്കെ അടിച്ച് നടക്കും. സെറ്റിൽ ഭയങ്കര പ്രൊഫഷണലാണ്. ഹി നോസ് വാട്ട് ഹി ഈസ് ഡൂയിങ്, ഹി നോസ് ദ ബിസിനസ്. മനസ്സിലായി. അപ്പൊ പുള്ളിക്ക് എന്ത് വേണം എന്നുള്ളത് പുള്ളി ആരോടും പുള്ളിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഒന്നുമല്ല, പുള്ളി കൃത്യമായിട്ട് അറിയാം. ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ട്, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡെലിവർ ടു ദ വ്യൂവേഴ്സ്. മനസ്സിലായി. അത് പുള്ളി എക്സാക്ട്ലി മേടിച്ചിരിക്കും. നമ്മൾ ചെയ്തത് ശരിയായില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പിന്നെയും ഒരു സംശയം. അത് പുള്ളി പറയുകയും ചെയ്തു, ഹരി ഇത് രാത്രി മുഴുവൻ ചെയ്തോണ്ടിരിക്കേണ്ടി വരും. അത് ദാറ്റ് ഇസ് വൺ പോയിന്റ്. ഞാൻ അതിലൊരു സീനിട്ട് എന്നെ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് പുള്ളി എന്റെ പേരിൽ എഴുതി വെച്ചൊരു കല്ലുണ്ടായിരുന്നു അവിടെ, ഇങ്ങനെ കുത്തി വെച്ചൊരു കല്ല്. അതിങ്ങനെ ഇളക്കി എടുത്തിട്ട് പുള്ളി ഇങ്ങനെ കറങ്ങി എറിയണം. അപ്പൊ ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു സം അതർ സ്റ്റേറ്റ്. അങ്ങനെ ലാൽ സാർ ഒരു 15 പ്രാവശ്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് ലിറ്ററലി. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദിസ് ഇസ് ഹെവി, അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹെവി. പക്ഷെ അത് എടുത്ത് പുള്ളി യു കാൻ ഡു ദാറ്റ്. അങ്ങനെ 3 പ്രാവശ്യം കറങ്ങിയിട്ടാണ് പുള്ളി എറിയണേ. നമ്മുടെ തലയൊക്കെ ഒരു ബന്ധുവാനായി പോകും. പുള്ളി ഒരു 10 ഞാൻ അപ്പുറത്ത് കിടക്കുക. എനിക്ക് വേറെ പണിയൊന്നും, ഞാൻ വീണല്ലോ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ കിടക്കണം. അപ്പൊ എനിക്ക് അവിടെ കിടന്നിങ്ങനെ കാണാം. ഇത് കുറെ നേരം അല്ലേ എറിയാന്ന് പറയും. അപ്പൊ ലിജോ പറയും, ലാലേട്ട ഒരു മിനിറ്റ്. ലാലേട്ടൻ വന്ന് നോക്കും, എന്തോ അവര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീണ്ടും എറിയുന്നുണ്ട്, പിന്നെയും പോയി നോക്കുന്നുണ്ട്. പിന്നെ മനുഷ്യൻ വാട്ടപ്പുറ വെയില്, രാജസ്ഥാനാണേ. രണ്ടുപേരും കട്ടക്കാണ്. ലിജോയും ലാൽ സാറും ഭയങ്കര രക്ഷയില്ലാത്ത കോമ്പിനേഷൻ. Amazing. Because we spoke about one of the big M's of Mollywood, we have to speak about the other M of Mollywood also, who gave you the biggest probably life lesson അല്ലേ? ആ ഒരു കാര്യം എന്തായിരുന്നു? ഒരു വലിയൊരു ലൈഫ് ലെസൺ തന്നിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക, ഞാനിപ്പോ ജോർജ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മമ്മൂക്കനെ എനിക്ക് അല്ലാതെ അറിയാം, ഔട്ട്സൈഡ് സിനിമ. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊരു സൈക്ലിങ്ങിന്റെ അസ്കിത ഉണ്ടായിരുന്ന കണ്ടും മൂപ്പര് ഞങ്ങളുടെ കൂടെ കുറച്ചു കാലം സൈക്കിൾ ചവിട്ടിയത് കൊണ്ടും അങ്ങനെ അറിയാം. അപ്പൊ പുള്ളി എന്നെ ആരോടെങ്കിലും പരിചയപ്പെടുത്തുമ്പോൾ പുള്ളി നമ്മുടെ സൈക്ലിംഗ് പാർട്ടീസ് ആണ് അങ്ങനെ പരിചയപ്പെടുത്താറ്. അപ്പൊ അങ്ങനെ പുള്ളിക്ക് അറിയാം. പിന്നെ പുള്ളി ഈ പറഞ്ഞ പരോൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ പരോളിന് ഇങ്ങനെ ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ, അവനിപ്പോ ഏതൊരു സിനിമയൊക്കെ ചെയ്തില്ലേ, അതിൽ ഫൈറ്റ് ഒക്കെ ചെയ്യുവൻ എന്ന് ചോദിച്ചേ. അപ്പൊ എന്നെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊരു വിശ്വാസക്കുറവ്. എന്നിട്ട് എന്നാ ശശി സാറിനെ വിളിച്ചു നോക്കി, മാഫിയ ശശിനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട്, കുഴപ്പമില്ല നല്ല പണ്ടറ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് സുദർശൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പരോളില് അത് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുന്നു. അപ്പൊ മമ്മൂക്കയുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഓപ്പോസിറ്റ് എന്നല്ല. ഇപ്പൊ എന്താ പറയാ, നമ്മളിങ്ങനെ 10 പേര് നിൽക്കുന്ന അടുത്ത് ഒരു സിംഹം ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. ആ ഒരു സെറ്റപ്പാണ്, മനസ്സിലായോ? ഈസ് ലൈക്ക് പുള്ളിക്ക് വി ആർ ഓൾ ഡൂയിങ് അവർ ജോബ് പ്രോപ്പർലി, ഈസ് ദ കൂളസ്റ്റ് മാൻ. പക്ഷെ സെറ്റിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും, പലരും ഉഴപ്പിയൊക്കെ കടമ്പുണ്ടാവും. പുള്ളിക്ക് അങ്ങനെ ഈ അൺപ്രൊഫഷണൽ ആയിട്ട് ഓരോരുത്തർ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെറുതെ അനാവശ്യം ഷോട്ട് എടുക്കല്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ. അപ്പൊ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും സമയം നഷ്ടമാവുക. അപ്പൊ അതൊന്നും പുള്ളി ചീത്ത വിളിക്കും. പിന്നെ ഈസ് വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ഗായ് ഇൻ ദ ഇൻഡസ്ട്രി, റൈറ്റ്? അപ്പൊ he has all the rights to do that എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I see him as a very elder brother. ആ രീതിയിലെ പുള്ളി എല്ലാവരോടും സംസാരിക്കുന്നു, ബിഹേവ് ചെയ്യുന്നു. If we take it that way, his advices are worth it. ഒരു സംശയമില്ല. പുള്ളി എൻ്റെ അടുത്ത് തന്നു ചോദിച്ചാ എങ്ങനെ ഇപ്പൊ പഴയ ജോലിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടോ, നമുക്ക് ജോലിയുണ്ട്. നീ ജോലി കളഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞ് നടക്കരുതിട്ടോ. ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ മനസ്സിലാവല്ലോ, പിന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ അപ്പോഴേക്കും കത്തിയില്ലേ. അപ്പൊ ഞാൻ ആലോചിച്ചു, മമ്മൂക്ക ജോലി കളഞ്ഞല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. മമ്മൂക്ക ജോലി കളഞ്ഞിട്ടല്ലേ ഇതിലേക്ക് ഇറങ്ങിയത്. പക്ഷേ he was right, മനസ്സിലായി. See, you can do this when you reach some level, മനസ്സിലായി. ഇപ്പൊ അത്രമാത്രം സിനിമകളൊക്കെ ഉണ്ട്, യു ആർ ഇൻ ദാറ്റ് ആ ഒരു സ്റ്റേജിലാണ്. ഇല്ലേ ആവശ്യത്തിന് ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണം ചെയ്യായിരിക്കും. അടിപൊളി. ഓക്കെ, വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇഫ് ആസ് എൻ ആക്ടർ, ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലോർ എ പെർട്ടിക്കുലർ ജോണർ ഓർ എ പെർട്ടിക്കുലർ മീഡിയം ഓർ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാരക്ടർ, അതെന്തായിരിക്കും ഇനി നെക്സ്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള? അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല സത്യം പറഞ്ഞാൽ. സി, എവറി ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടന്റ്, മനസ്സിലായി. ഇപ്പൊ നമ്മള് ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഈ വില്ലൻ തന്നെ ചെയ്ത് സെയിം സാധനം. ഇറ്റ്സ് നോട്ട് ദ സെയിം. ഇപ്പൊ അമരീഷ് പുരി, ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഏറ്റവും ഭീകര വില്ലന്മാരിൽ ഒരാളാണ് അമരീഷ് പുരി. എത്ര വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. യു കാൻ സീ ദ സെയിം വില്ലൻ ഇൻ ദി അതർ മൂവി, നോ? അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് ലൈക്ക് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ആക്ടേഴ്സ്, എന്താ പറയാ, ഹിസ് ക്രിയേറ്റിവിറ്റി who can make things different. Of course, yeah. ഇപ്പൊ ആട് 2 ഒരു വില്ലൻ ഉണ്ടായിരുന്നു, അത് ചെകുത്താൻ ലാസർ. അത് അയാളുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, ഒരു ഡെഡ് ഗായ്, ഒരു ആ ടൈപ്പ്. മലയക്കോട്ടെ വാലിബനിലുള്ള പുള്ളി അഹങ്കാരിയായ, പിന്നെ ശരീരം സ്വന്തം എന്നെ പൊട്ടിക്കാൻ ആരില്ല എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഒരു ആളാണ്. എവറി
ക്യാരക്ടർ ഇസ് ഡിഫറെന്റ്. ഒരു കഥാപാത്രത്തിന് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതിലായി എനിത്തിങ്. പക്ഷെ ഈ പറഞ്ഞ റൊമാൻസ് ഒന്നും നമുക്ക് പറ്റൂല. പറ്റാത്ത കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? കോമഡി പക്ഷെ നന്നായി പറ്റും. പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ലൈഫിൽ കോമഡി ചെയ്ത കാരണം പലരും എൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്, ഈ ശരീരം വെച്ച് കോമഡി ചെയ്താൽ നല്ലതായിരിക്കും. ആക്കിയതാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ ശരീരം വെച്ചേ കോമഡി. മറ്റേ പണ്ട് ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര പ്രാന്തൻ ഭയങ്കര തടിയിലൂടെ ഓടി എന്താ ഓട്ടി മരിച്ച് എവിടെ ചെന്ന് അണച്ചേക്കും പറയുന്നുണ്ട് തൊട്ടേ. അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും. ആണോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്റെ സൈസും ഇതാണ് സിനിമയിലുള്ളത്, അത് യൂട്ടിലൈസ് ചെയ്യാൻ ഇങ്ങനെ പറ്റുള്ളൂ. അഭിനയത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പണ്ട് മുതലേ എന്ന് പറഞ്ഞു. പക്ഷെ ഈ സിനിമ അല്ലെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് ഐ ലവ് ദിസ് സോ മച്ച്, അല്ലെങ്കിൽ ദിസ് ഇസ് എ പാഷൻ ഓഫ് മൈൻഡ് എന്ന് ഡിസ്കവർ ചെയ്ത ഒരു പോയിന്റ് ഉണ്ടാവും. ലൈക്ക് യു വുഡ് ഹാവ് ലേൺഡ് ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ഈച്ച് ഓഫ് യുവർ മൂവീസ്. പക്ഷെ അങ്ങനെ ഒരു പോയിന്റ് എടുത്ത് പറയാൻ പറ്റുന്നത് എപ്പോഴായിരുന്നു? അങ്ങനെ ഒരു പോയിന്റ് ആക്ച്വലി പറയാൻ അങ്ങനെ ഒരു സമയം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ആക്ടിങ് ഇസ് ഓൾവേസ് മൈ പാഷൻ. ഞാൻ ഇഷ്ടംമാതിരി ഷോർട്ട് ഫിലിംസ്, ഇപ്പോഴും നല്ല ഷോർട്ട് ഫിലിം കിട്ടി ഞാൻ ചെയ്യും. അതിന്റെ ഇടയിൽ ഒരു സീരിയൽ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണരുത്, പേരും പറയില്ലേ, ചെയ്തിട്ടുണ്ട്, സീക്രട്ട് ആണ്, മനസ്സിലായി. അപ്പൊ എനിക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. ഐ ഓൾവേസ് ട്രൈ ന്യൂ തിങ്സ്, ഡിഫറെന്റ് തിങ്സ്. സിനിമയിൽ മാത്രമല്ല ലൈഫിലും അങ്ങനെ തന്നെ. അപ്പൊ സിനിമയിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു വലിയ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പൊ മലയക്കോട്ടെ വാലിബൻ പോലൊരു സെറ്റാണെങ്കിൽ ഒരു 10-700 പേര് at one place working towards one success. അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പയ്യൻ മുതൽ ഇല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ ലാൽ സാറ് വരെ അല്ലെങ്കിൽ ലിജോ വരെ, they all have one aim. ഈ പടം ഹിറ്റ് ആവണം, ഈ പടം സക്സസ് ആവണം, നല്ല രീതിയിൽ ഓടണം, എല്ലാം ഭംഗിയാണെന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടാണ് മൊത്തം സെറ്റിൽ, മനസ്സിലായി. വെൻ യു ഗോ ഇൻ ടു ദാറ്റ്, ആ പോസിറ്റിവിറ്റിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, യു ഡോണ്ട് ഗെറ്റ് ദാറ്റ് ഇൻ എൻ ഓഫീസ് വർക്ക്, മനസ്സിലായി. നമ്മള് കോർപ്പറേറ്റിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴും നമ്മളിവിടെയും പ്രോജക്റ്റ് തന്നെയാണ്. വി ഹാവ് പ്രോജക്ട്സ്, വി ഹാവ് കോഡിങ്, വി ആർ ഡിസൈനിങ്, വി ആർ ഡൂയിങ് ദിസ് ദാറ്റ്. പക്ഷെ ഈ ഒരു സാധനം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, മനസ്സിലായി. ബിക്കോസ് എനിക്ക് ഐ റിമെമ്പർ ഈ പരോള് ചെയ്യുന്ന സമയത്ത് ആ പടം കണ്ടാൽ അറിയാൻ പറ്റും. ഒരുപാട് ഓടിയ ഒരു ക്ലിപ്പുണ്ട്. ഞാൻ ഇനിയുടെ അടുത്ത് നാടികളുടെ അടുത്ത് ഒഴുകിടി എന്നൊക്കെ പറഞ്ഞ് തട്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്നു. അപ്പം മമ്മൂക്ക വരുന്നു. അപ്പൊ പുള്ളിക്കാരി പാത്രം എടുത്ത്, നിങ്ങൾ വലിയ മറ്റേ ആളല്ലേ, എന്നിട്ട് ഇവരും കാണിക്കണമൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നു. നമുക്ക് എന്നെ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ സീനുണ്ട്. ഇതില് ഈ ഇനിയ മമ്മൂക്കയോട് ഈ ഡയലോഗ് പറയുമ്പോൾ ഫ്രെയിമിൽ ഞാനുണ്ട്, ഞാൻ ഇങ്ങനെ നിൽക്കുക. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു, മനസ്സിലായി. എനിക്ക് അറിയില്ല ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഞാൻ ഡ്രാമ സ്കൂളൊന്നും പഠിച്ച ആളല്ലോ. അപ്പൊ ഞാൻ ഫ്രെയിമിലുണ്ട്, മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ 6-5 ഇങ്ങനെ നിൽക്കുക അവിടെ ഇങ്ങനെ, വിച്ച് ലുക്സ് വെരി ഓഡ്. ആ സിനിമ കാണാൻ എന്തോ ഈ ഡയലോഗും കേട്ടോണ്ടിങ്ങനെ നിൽക്കുക ഒരാളാണ്. അപ്പൊ ഇതെനിക്ക് അപ്പൊ പോയില്ല. ഷോട്ട് കഴിഞ്ഞു, ഓക്കെ പറഞ്ഞു, നമുക്ക് കാരവനിലേക്ക് പോയി. ഞാൻ നീങ്ങിയപ്പോ എനിക്ക് ടച്ചപ്പ് ചെയ്യണ പയ്യൻ, അതായത് അമൽ എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു അതിന്റെ ഈ മേക്കപ്പിന്റെ. പുള്ളിയുടെ പയ്യന്റെ പേര് എനിക്കിപ്പോഴും അറിയില്ല. പുള്ളി എന്നെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അവിടെ അങ്ങനെ വെറുതെ നിന്നെന്താ എന്ത് പറ്റിടാ ചോദിച്ചു. അല്ല ചേട്ടാ, ആ ഇത്ര നീളമുള്ള ഡയലോഗ് നീ ചേച്ചി പറഞ്ഞോണ്ട് ചേട്ടൻ അവിടെ ഇങ്ങനെ മരം പോലെ നിൽക്കുക എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. വെറുതെ കാലൊക്കെ മുടക്കി ഇങ്ങനെ ചൊറിഞ്ഞോണ്ടൊക്കെ കരുതില്ലേ. സി, മനസ്സിലായോ? അപ്പൊ ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. ലൈക്ക് everybody gives you tips. Every person is a university there, മനസ്സിലായോ? അപ്പൊ and they all want it to be good. അല്ലെങ്കിൽ അവനെന്ത് കാര്യം ഇരിക്കണം, ഞാൻ അവിടെ അവിടെ ഒറ്റപ്പിച്ചിട്ട് പോയാൽ മതി. സോ ഇത് ഭയങ്കര ഒരു ഫാക്ടർ അവിടെ. ഈ ചായ കൊണ്ട് തന്നെ ആളുവരെ ചോദിക്കും, കുറച്ച് പറഞ്ഞിട്ട് ചായ ഗ്ലാസ് വെച്ചിട്ട്. അപ്പൊ ഭയങ്കര അത് സിനിമ സെറ്റ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. യു ക്യാൻ ആക്ച്വലി ഫീൽ ദാറ്റ്. നമുക്ക് പോരാൻ തോന്നില്ലല്ലോ. അടിപൊളി. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തി ഒരു പോയിന്റിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്, അപ്കമിങ് പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിച്ചു പോവാം. അപ്കമിങ് എന്ന് പറയാനായിട്ട് ഇപ്പൊ ഒരെണ്ണം തുടങ്ങി ജസ്റ്റ്. അത് മലയാളമല്ല, എന്റെ ആദ്യത്തെ ഔട്ട്സൈഡ് മലയാളം പടമാണ്. ഏതാ ഭാഷ? കന്നഡയാണ്. കാന്താരയാണ് പടം. കാന്താര ചാപ്റ്റർ 1 എന്നാണ് അവർ വിളിക്കുന്നത്. അടിപൊളി. ബിക്കോസ് ഇറ്റ്സ് എ പ്രീക്വൽ ഓഫ് ദ പ്രീവിയസ്. അപ്പൊ അതിന്റെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞു, ഇനി മഴ കഴിഞ്ഞിട്ടുള്ളൂ. ഹ്യൂജ്, ഭയങ്കര വലിയ പടമാണ്. സെറ്റൊക്കെ കണ്ട തലറിങ്ങി വീഴും. അജാതി സെറ്റപ്പ്, ഭയങ്കര. ജയറാമേട്ടൊക്കെ ഉണ്ട്, ജയറാമേട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. രസമാണ്. അത് ഒരെണ്ണം. പിന്നെ ഒരു
പത്മവ്യൂഹത്തിലെ പ്രഭാകരൻ എന്ന് പറഞ്ഞൊരു പടം വരുന്നുണ്ട്. അത് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിരിക്കും. വിഷ്ണു ആണ് മെയിൻ ക്യാരക്ടറാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ചെയ്യുന്നത്. എന്തുവായിരുന്നു പേര്? ലങ്കാ കോളനിയിലെ രാവണൻ രഘു. അതാണ് ഞാൻ. എനിക്ക് എന്തോ പേരുകള് എനിക്ക് 3 കാര്യങ്ങൾ നിർബന്ധമാണ്. കഠിനമായ ഒരു പേര് വേണം, സ്ലോ മോഷനിൽ വന്ന BGM വേണം. 3 കാര്യം ഉണ്ടെങ്കിൽ ഞാൻ സെറ്റ്. പിടിച്ചു നിക്കണ്ടേ, മുഖത്തൊന്നും കാണിച്ചു വരില്ല. കന്നഡ സിനിമയുടെ കാര്യം പറഞ്ഞു. കന്നഡ ഭാഷ അറിയുമോ? അതോ ഗൊത്തില്ല? തീരെ ഗൊത്തില്ല. എങ്ങനെ ഒപ്പിച്ചു? അതെ, ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, മലയാളം പടം ആദ്യരാത്രി. ബിജു മേനോൻ നായക കഥാപാത്രമായിട്ട് അതിനകത്ത് ഞാനുണ്ട്. ചെറിയൊരു സീന, ഷെട്ടിയോ റെഡ്ഡി എന്നാണോ എന്ന് കണ്ടാണ് എന്റെ പേര്. അപ്പൊ ഞാൻ ബാംഗ്ലൂർ കോളേജിൽ വന്നിട്ട് അലമ്പുണ്ടാക്കുന്ന സീനാണ്. എന്റെ ചേട്ടന്റെ മോനോടെ പഠിക്കുന്ന അവനൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. പക്ഷെ ഇവന്റെ കല്യാണം ഞങ്ങള് മുഖ്യമന്ത്രിയുടെ മോളായിട്ട് ഇവനെ പൊക്കിക്കൊണ്ട് പോകണം. അങ്ങനെ ചെന്നാണ് കാട്ടിച്ച കന്നഡയാണ് ഡയലോഗ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവില്ല. എന്താണ്? എനിക്ക് ഓർമ്മയില്ല. ദൈവമേ, ഞാനിതാ വായിക്കുന്നു മലയാളത്തിൽ തന്ന്. ഞാനിത് കഷ്ടപ്പെട്ട് മറ്റേ വേലക്കാരി എന്തായാലും ഇതൊക്കെ പഠിച്ചിട്ട് പറയുന്നത് നീ ഓക്കെ സെറ്റിൽ പറഞ്ഞപ്പോ AD പറയുന്നത് ചേട്ടാ 1 മിനിറ്റ് ഡയലോഗിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. ഞാൻ അതൊക്കെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബീച്ചറിനോട് ഇരിക്കുന്നു. ഞാൻ എന്റെ പൊന്നു വയത് നടക്കൂല, ഞാനിതൊന്നും പറഞ്ഞ് ശരിയാവില്ല, ഞാൻ വെറുതെ വല്ല വായ. അപ്പൊ ബീച്ചറും പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇതാരെങ്കിലും കൊണ്ടൊന്ന് വായിപ്പിക്ക്, എന്നിട്ട് ഇതിന്റെ ഒരു മീറ്റർ ഇല്ലേ, ആ മീറ്ററിൽ ABCD 1 2 3 4 എന്തെങ്കിലുമൊക്കെ പറയാന്ന് തോന്നുന്നു. കാരണം ഇനി ഐ എം നോട്ട് ഗോയിങ് ടു ടാപ്പ് ഇറ്റ്. നീ നോക്ക് കംപ്ലീറ്റ് അങ്ങനെ ചെയ്തേക്കണേ. ബിജുചേട്ടൻ വന്നിട്ട് ഇങ്ങനെ എക്സ്ക്യൂസ് മീ കോംപ്രമൈസ് എന്ന് പറയും. കോംപ്രമൈസ് പകുതി ആകുമ്പോഴത്തേക്കും ഞാൻ കയറി വട്ടത്. ഈ ഡേ കഴിഞ്ഞിട്ട് പറയണെന്ന് അറിയോ? എന്താണ്? ഇന്ത ക്യാമ്പസ് വെളിയെ കാലിട്ട ക്ഷണ എന്തോ എന്നൊക്കെ പറയാം. അതായത് ഇതിന്റെ പുറത്തേക്ക് കാല് വെച്ച അപ്പൊ നിന്നെ തട്ടുന്നൊക്കെ ഒരു ഡയലോഗൊക്കെ ഉണ്ട്. ഞാനുണ്ടല്ലോ അങ്ങനെ പറഞ്ഞ്. പിന്നെ ഒന്നാമത് ഈ മീശ ഉള്ള ലിപ്പ് വലിയായിട്ട് അറിയില്ല. ബിജുചേട്ടൻ ചിരി പോലുണ്ട്, ചിരിക്കാമല്ലോ. ബിജുചേട്ടൻ ഇങ്ങനെ നിൽക്കുക ഈ ടെക്നോളജി എനിക്ക് പോലും പഠിപ്പിച്ചെന്ന് കാരണം വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് ഡയലോഗ് അല്ലേ. ഞാൻ 2 കാണാപ്പണം പഠിച്ചത് വേലക്കാരി ആര് ചോദിച്ചാലും വേറെ മാർഗമൊന്നുമില്ല. അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്ത്. ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ലൈക്ക് an interview for me, it was more of like a conversation. I hope you enjoyed it too. Thank you so much. And ഇതുപോലെ ഇനി അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ ഈ കന്നഡ സിനിമ കഥ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ എന്തായാലും വിളിക്കുന്നുണ്ട് ഇന്റർവ്യൂനായിട്ട്. അപ്പൊ ബാക്കി ഡയലോഗ് പറഞ്ഞു തരണം. അന്ന് ഞാൻ കന്നഡയിൽ വരും ഡയലോഗ് ABCD. അതാണ് കുഴപ്പമില്ല. 1 2 3 4. Thank you so much. Thank you. My pleasure.